ഹായ് ഫ്രണ്ട്സ്, രാക്കീസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല മധുരമുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ മധുരമുള്ള റെസിപ്പി എന്ന് മാത്രമല്ല, നമ്മുടെ കുട്ടിക്കാലത്തെ മധുരമുള്ള ഓർമ്മകൾ നമ്മൾ വീണ്ടും കൊണ്ടുവന്ന് നിറയ്ക്കുന്ന ഒരു റെസിപ്പി കൂടിയാണ് പാൽക്കോവ. അപ്പോൾ ഇത് കഴിക്കാത്ത ആ ഒരു ടൈമിലെ കുട്ടികൾ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനും കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി വീട്ടിൽ തന്നെ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. സ്വീറ്റ് ആയിട്ടുള്ള പാൽക്കോവ തയ്യാറാക്കാനായിട്ട് നമ്മൾ 3 സാധനങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൽ ഇതെന്ന് പറയുന്നത് ഒരു ബൗൾ നിറച്ച് മൈദയാണ്. അതേ സെയിം അളവിൽ തന്നെ പഞ്ചസാര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഈ പഞ്ചസാരക്കകത്തോട് ഞാൻ ഒരു 6 ഏലക്കയും കൂടി ഇട്ടിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ എത്ര മൈദയാണോ എടുക്കുന്നത് അതിന് നേരെ പകുതി നെയ്യ് കൂടി വേണം. അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചൂടായ പാലിലോട്ട് നമ്മൾ 1/2 ഗ്ലാസ് നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നെയ്യിലോട്ട് നമുക്ക് മൈദ ഇട്ട് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം. ഇപ്പോഴ് ഞാനൊരു 12 മിനിറ്റ് ഇത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ആദ്യത്തെ കട്ടിയെല്ലാം മാറിയിട്ട് നല്ല ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ച ശേഷം ഒരു 5 മിനിറ്റ് തണുക്കാനായിട്ട് വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് കുറേശ്ശെയായിട്ട് പൊടിച്ചു വെച്ചിരുന്ന പഞ്ചസാര ഈ ഒരു ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിക്സും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനായിട്ട് ഈ ഒരു പാത്രത്തിലോട്ട് നമ്മൾ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലോട്ടാണ് നമ്മൾ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. ഷേപ്പ് ചെയ്തെടുക്കുക. നന്നായിട്ട് അമർത്തി തന്നെ ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഒരു 20 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ട് വെക്കും. അപ്പൊ അത് കറക്റ്റ് നല്ല കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് അതാണ്. ഇപ്പോഴ് നമ്മളിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച ശേഷം ഫ്രിഡ്ജിലോട്ട് മാറ്റാം. അതിനുശേഷം ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് എടുത്ത് നോക്കാം. അപ്പോഴ് 20 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല സെറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിരിച്ചിടാം. അപ്പോഴ് നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോഴ് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിൽ ധാരാളം കഴിച്ചിട്ടുള്ള ഒരു സ്വീറ്റാണിത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു സ്വീറ്റ് നമ്മുടെ മക്കൾക്കൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം.